ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ഈസി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് PLL ആണ്. സോ നമ്മൾ PLL പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നമുക്ക് കാണാം. ഒരു PLLനെ എങ്ങനെ നമുക്കൊരു ഫ്രീക്വൻസി മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓപ്പറേഷന് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇത് PLLന്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഫേസ് ഡിറ്റക്ടർ, ലോ പാസ് ഫിൽട്ടർ, ആംപ്ലിഫയർ, VCO. ആ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ ആ ഒരു ഫീഡ്ബാക്കിൽ VCOയുടെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ VCOയ്ക്കും ഫേസ് ഡിറ്റക്ടറിനും ബിറ്റ്വീൻ നമുക്കൊരു മോഡ്യൂളും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതാണ് ഡിവൈഡഡ് ബൈ N നെറ്റ്വർക്ക്. അതാണ് ഫ്രീക്വൻസി ഡിവൈഡർ നെറ്റ്വർക്ക്. ഇതിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതാണ് അഡീഷണലി ഒരു PLLന്റെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് അഡീഷണൽ ആയിട്ട് ഈ ഒരു മോഡ്യൂളൂടെ ഈ ഒരു ബ്ലോക്കും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. N എന്ന് പറയുന്നത് ആ ഒരു സ്കെയിലിംഗ് ഫാക്ടർ ആണ്. സോ ദ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സെലക്ടിങ് എ പ്രോപ്പർ സ്കെയിലിംഗ് ഫാക്ടർ N. സോ ഇതാണ് നമ്മുടെ ആ ഒരു ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അറിയാം VCയുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് F0 ആണ്. സോ F0 ഫ്രീക്വൻസി നമ്മൾ ഈ ഒരു ഡിവൈഡഡ് ബൈ N നെറ്റ്വർക്കിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് F0/N ആയിരിക്കും. F0/N ആയിരിക്കും. ദെൻ അതല്ലെങ്കിൽ നമുക്ക് പറയാം ആ ഒരു ലോക്ക്ഡ് കണ്ടീഷനിൽ ഈ F0 എന്ന് പറയുന്നത് എന്തായിരിക്കും? F0 ഈസ് ഈക്വൽ ടു N ഇൻറ്റു FS ആയിരിക്കും. F0 എന്ന് പറയുന്നത് N ടൈംസ് FS ആയിരിക്കും. ഇതാണ് നമുക്ക് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ F0യും FSഉം തമ്മിൽ N ടൈംസ് FS ആയിരിക്കും ആ ഒരു ലോക്ക്ഡ് കണ്ടീഷനിൽ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. F0ക്ക് പകരം നമ്മൾ കൊടുക്കുവാണ് N ഇൻറ്റു FS എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതാണ് ആ സിഗ്നൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ട് തന്നെ വരും. So the value of F0 will be equal to N times FS. So the divided by N network is placed between VCO output and the phase comparator input. In the locked state നമുക്ക് ആ ഒരു ലോക്ക്ഡ് കണ്ടീഷനിലാണ് ഞാൻ ഈ പറഞ്ഞ F0 is equal to N into FS അല്ലെങ്കിൽ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. So the multiplication factor can be obtained by selecting a proper scaling factor N of the counter. Then frequency multiplication can be obtained by using PLL in its harmonic locking mode. ആ ഒരു ലോക്കിംഗ് മോഡിലുള്ള വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് F0 is equal to N into FS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ if the input signal is rich in harmonics, that is example square wave, pulse, train, etc., VCO can directly locked by the nth harmonic of the input signal without connecting any frequency divider in between. സോ അത് ഹാർമോണിക് കമ്പോണൻറ്റ് കൂടുതലാണെങ്കിൽ we can use the frequency multiplication operation without any N network, N divided by N network. സോ അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ടിപ്പിക്കലി അറ്റ് ഹൈ വാല്യൂസ് ഓഫ് N the amplitude of higher order harmonics become less and effective locking may not take place. സോ Nൻ്റെ വാല്യൂ പറയുന്നത് ആ ഒരു ഹാർമോണിക്സിൻ്റെ വാല്യൂ ഹൈ ആയിരിക്കണം നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിവൈഡഡ് ബൈ N നെറ്റ്വർക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് N ഈസ് കെപ്റ്റ് ലെസ് ദാൻ 10 ആയിരിക്കണം. അതാണ് ഹാർമോണിക്കിൻ്റെ nth വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10. ദെൻ ദ എബോവ് സർക്യൂട്ട് നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല ഡിവിഷന് യൂസ് ചെയ്യാം. ദ എബോവ് സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫ്രീക്വൻസി ഡിവിഷൻ ഓൾസോ. സിൻസ് the VCO output is rich in harmonics, it is possible to lock the mth harmonic of the VCO output with the signal frequency FS. So F0 is equal to FS by M. So ഇത് നമുക്ക് FS into N മൾട്ടിപ്ലിക്കേഷൻ പറയുന്ന പോലെ തന്നെ നമുക്ക് ബൈ M ഡിവൈഡ് ഓപ്പറേഷൻ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഫ്രീക്വൻസി സിന്തസൈസർ ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ അത് ചെറിയ മോഡിഫിക്കേഷൻസ് കൂടെ വരുത്തിയാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതിനെ ഒരു ഫ്രീക്വൻസി സിന്തസൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം ക്രിസ്റ്റൽ ഓസിലേറ്റർ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ദെൻ ഒരു ഡിവൈഡഡ് ബൈ M നെറ്റ്വർക്ക്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ പഠിച്ച സർക്യൂട്ടുമായിട്ട് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ഈ രണ്ട് ബ്ലോക്കുകളോടാണ്. So this is similar to frequency multiplier circuit except that the divided by M network is added at the input of PLL. സോ അതുകൊണ്ട് നമ്മളതിനെ ഫ്രീക്വൻസി സിന്തസൈസർ എന്ന് പറയും. നമ്മൾ നേരത്തെ പഠിച്ചത് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആണെങ്കിൽ ഇതൊരു സിന്തസൈസർ സർക്യൂട്ടാണ്. സോ അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് ക്രിസ്റ്റൽ കൺട്രോൾഡ് ഓസിലേറ്റർ ഈസ് ഡിവൈഡഡ് ബൈ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ
അപ്പോൾ ഇവിടെ ആ ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഇവിടെ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓസിലേറ്റർ ബൈ എം ആയിരിക്കും. ഇവിടെ വരുന്ന ഡിവൈഡഡ് ബൈ എം നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. സോ എഫ് ഒ എസ് സി മീൻസ് ഇറ്റ് ഈസ് ദ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി. ദെൻ ഈ ഒരു വി സിയോയുടെ ഫ്രീക്വൻസി നമുക്കറിയാം. എഫ് വി സി ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് വി സി ഒയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എഫ് വി സി ഒ വിൽ ബി എഫ് വി സി ഒ ബൈ എൻ ആയിരിക്കും. സോ ഇതാണ് വി സി ഒ. വി സിയുടെ ഫ്രീക്വൻസി എഫ് വി സി ഒ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ എൻ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ ദാറ്റ് വാല്യൂ വിൽ ബിക്കം എം വി സി ഒ ബൈ എൻ. ഇതാണ് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലോട്ട് വരുന്ന രണ്ട് വാല്യൂ, എഫ് ഒ സി ബൈ എം ആൻഡ് എം വി സി ഒ ബൈ എൻ. സോ the frequency of the crystal oscillator is divided by an M network to produce a frequency of OC by M. Then the VCO frequency of VCO is divided by 2 divided by M and N networks use ചെയ്യുന്നുണ്ട് to give the frequency of VCO by M. Then when the frequency is in then the PL is in locked state, then നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പറയാം എഫ് ഒ സി ബൈ എം ഈസ് ഈക്വൽ ടു എഫ് വി സി ഒ ബൈ എൻ എന്ന് പറയാം. നമ്മൾ എഫ് സീറോ ഈസ് ഈക്വൽ ടു എഫ് എസ് എന്ന് പറയുന്ന പോലെ തന്നെ എഫ് ഒ സി ബൈ എം ലോക്ക്ഡ് കണ്ടീഷനിൽ എഫ് എന്താണ് ലോക്ക്ഡ് കണ്ടീഷൻ എഫ് ഒ സി ബൈ എം ഈസ് ഈക്വൽ ടു എഫ് വി സി ഒ ബൈ എൻ. ഇതിനകത്തുനിന്ന് ദിസ് ഇംപ്ലൈസ് വി ക്യാൻ റൈറ്റ് എഫ് വി സി ഒ ഈക്വൽ ടു എൻ ബൈ എം ഇൻറ്റു എഫ് ഒ സി എന്ന് പറയാം. സോ ഇതാണ് ലോക്ക്ഡ് കണ്ടീഷനിലുള്ള ആ വി സിയുടെ ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഷോസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ synthesis, frequency synthesis operation. Then by adjusting the divider count to a desired value, large number of frequencies can be produced. So ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി സിന്തസിസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇവിടെ ഈ ഒരു എഫ് എസ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് എനിക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ദ എഫ് എസ് ഇൻപുട്ട് ഫ്രീക്വൻസി വിച്ച് ഹസ് ടു ബി ഷിഫ്റ്റഡ് ഈസ് അപ്ലൈഡ് ടു ദ മൾട്ടിപ്ലയർ. സോ ഇതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതർ ഇൻപുട്ട് ഓഫ് ദ മിക്സർ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എന്ന് പറയാം. മിക്സർ അല്ലെങ്കിൽ മൾട്ടിപ്ലയർ. ദ അതർ ഇൻപുട്ട് ഓഫ് ദ മൾട്ടിപ്ലയർ ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് വി സി ഒ. സോ ദിസ് ഈസ് സെയിം ആസ് മൾട്ടിപ്ലയർ. So the other input of multiplier is the output voltage of VCO, that is F0. So ഇവിടെ നമ്മൾ മിക്സ് ചെയ്യുന്നത് F0യും നമ്മുടെ സിഗ്നൽ FSO ആണ്. Then the output of the mixer അല്ലെങ്കിൽ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് F0 പ്ലസ് ഓർ മൈനസ് FS ആണ്. Then അത് നമ്മൾ ലോ പാസ് ഫിൽറ്ററിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് F0 മൈനസ് FS ആണ്. Then നമ്മളവിടെ ആ ഒരു ഫേസ് ഡിറ്റക്ടറിലേക്ക് അവിടെ ഒരു ഫേസ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫേസ് ഡിറ്റക്ടറിലേക്ക് നമ്മൾ ഈ ഒരു ഡിഫറൻസ് സിഗ്നൽ അതായത് F0 മൈനസ് FS എന്നുള്ള വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഫേസ് ഡിറ്റക്ടർ ആ ഒരു കമ്പാരിറ്റർ എന്ന് പറയുന്ന സർക്യൂട്ടിലേക്ക്. ദെൻ അവിടെ നമ്മളൊരു ഓഫ്സെറ്റ് ഫ്രീക്വൻസി സോ F1 ഈസ് അപ്ലൈഡ് ടു ദ ഇൻപുട്ട് ഓഫ് ദ ഡിറ്റക്ടർ. അപ്പോൾ അവിടെ നമ്മളൊരു ഷിഫ്റ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് FSനെ എത്രയാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രീക്വൻസി വാല്യൂ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഫേസ് ഡിറ്റക്ടറിലേക്ക്. ദാറ്റ് ഈസ് ഓഫ്സെറ്റ് ഫ്രീക്വൻസി F1. സോ നമ്മുടെ ലോക്ക്ഡ് കണ്ടീഷനിൽ നമുക്ക് പറയാം അറ്റ് ലോക്ക്ഡ് കണ്ടീഷൻ ദിസ് F0 മൈനസ് FS ഈസ് ഈക്വൽ ടു F1. സോ F0 മൈനസ് FS എന്തായിരിക്കും? F1ന് ഈക്വൽ ആയിരിക്കും. സോ ആ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഇത് പറയുന്നത്. PLLന്റെ ഓപ്പറേഷൻ തന്നെ പറയുന്നത് ഇത് വെച്ചിട്ടാണ്, ഫേസ് ഡിറ്റക്ടറിൻ്റെ ഇൻപുട്ട് വെച്ചിട്ടാണ്. സോ അണ്ടർ ലോക്ക്ഡ് കണ്ടീഷൻ വി ക്യാൻ സേ F0 മൈനസ് FS ഈസ് ഈക്വൽ ടു F1. സോ F0 എന്തായിട്ട് വരും? FS പ്ലസ് F1 എന്ന് പറയും. ദസ് വി ക്യാൻ ഷിഫ്റ്റ് ദ ഇൻകമിംഗ് സിഗ്നൽ FS ബൈ F1. സോ ഇതാണ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. സോ ആ ഒരു PLLന്റെ ബ്ലോക്ക് ഡയഗ്രം ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. സോ എന്താണോ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നത്, നേരത്തെ കേസിൽ VCOയുടെ ഫ്രീക്വൻസി ആയിരുന്നു. അപ്പോൾ അവിടെ F0 ഈസ് ഈക്വൽ ടു FS, അതാണ് ലോക്ക്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറയാം F0 മൈനസ് FS ഈസ് ഈക്വൽ ടു F1, ഇതാണ് ലോക്ക്ഡ് കണ്ടീഷൻ. സോ ഇതാണ് ഫ്രീക്വൻസി ട്രാൻസ്ലേഷൻ ഓപ്പറേഷൻ. ദെൻ നമുക്കിതിനെ FSK മോഡുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് FSK മീൻസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് മോഡുലേഷൻ. സോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് FSK ഡിമോഡുലേഷൻ
ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ഡീമോഡുലേറ്റർ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. FSK ഡീമോഡുലേഷൻ ഒരു എക്സാമ്പിളാണ് ഈ ഒരു 565 ആൻഡ് കമ്പാരേറ്റർ IC യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ RC നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 3 RC നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു ഫിൽട്ടറിങ് സർക്യൂട്ടാണ്. ഒരു കമ്പാരേറ്റർ കാണാം, ദെൻ ഒരു 565 PLL കാണാം. ദെൻ എന്താണ് FSK എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ബൈനറി ഡേറ്റ ഈസ്, നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ FSK ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഡിജിറ്റൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ബൈനറി അല്ലെങ്കിൽ നമ്മുടെ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഈ ഒരു എന്താണ് FSK മോഡുലേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഇൻ ഡിജിറ്റൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ബൈനറി ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ മീൻസ് ഓഫ് എ കാരിയർ ഫ്രീക്വൻസി. സോ അതാണ് സോ അവിടെ it uses two different carrier frequencies for logic 1 and logic 0 states of a binary data signal. അപ്പോൾ അതിനകത്ത് രണ്ട് ലോജിക് 1 ലോജിക് 0 രണ്ട് ഡിഫറെൻറ്റ് കാരിയർ സിഗ്നൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ദിസ് ടൈപ്പ് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ ഈസ് നോൺ ആസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. So in this data transmission on receiving end, two carrier frequencies converted into 1 and 0 to get the original binary data. അപ്പോൾ അതിനെ നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ഡീമോഡുലേഷൻ എന്ന് പറയാം. സോ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു ഡീമോഡുലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിയർ as the signal appears at the input loop locks to the input frequency and tracks it between the two frequencies with a corresponding DC shift at the output. So ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-stage filter removes the carrier component. The output signal is made logically compatible by the voltage comparator. അപ്പോൾ അത് ഫിൽട്ടർ സർക്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വോൾട്ടേജ് കമ്പാരേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ FSK ഡീമോഡുലേറ്റേഴ്സ് ആയിട്ടും നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, ഒരു PLL നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ 565 PLL ആണ് FSK ഡീമോഡുലേഷൻ യൂസ് ചെയ്തേക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫിൽട്ടറിംഗ് സർക്യൂട്ട് ആൻഡ് എ കമ്പാരേറ്റർ. ദെൻ AM ഡീമോഡുലേഷന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് PLL. സോ ഇവിടെ നമുക്ക് കാണാം AM ഇൻപുട്ട് കൊടുക്കുന്നു. AM ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് മൾട്ടിപ്ലെയറിലേക്ക് അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. So it is input is applied 90 degree phase shift to the multiplier. Then അതേ ഇൻപുട്ട് തന്നെ ഒരു PLL വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. So the PLL is locked to the carrier frequency of the incoming AM signal. The output of VCO, which has the same frequency as the carrier but unmodulated, is fed to the multiplier. സോ ആ മൾട്ടിപ്ലൈ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് VCO ആണ്. ദെൻ സിൻസ് VCO ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻകമിങ് AM സിഗ്നൽ. അപ്പം ഈ VCOയുടെ ഔട്ട്പുട്ട് PLL നിന്ന് വരുന്ന VCOയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത ഇൻപുട്ടാണ്. അതുപോലെ തന്നെ AMന്റെ വാല്യൂ, AM സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വഴിയാണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ടറിന്റെ ഇൻപുട്ടിലേക്ക് വരുന്നത് രണ്ട് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് വാല്യൂസ് ആണ്. സോ അവിടെ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് നമുക്ക് ഇറ്റ് കണ്ടെയ്ൻസ് ദ സം ആൻഡ് ഡിഫറെന്റ് സിഗ്നൽസ്, F0 മൈനസും F0 പ്ലസ് FS രണ്ട് വാല്യൂസും കാണും. ദെൻ ദ ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഫിൽട്ടറിംഗ് ദ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ബൈ ലോ പാസ് ഫിൽട്ടർ. ദെൻ ഇതിനകത്തുനിന്ന് ഹൈ ഫ്രീക്വൻസി വാല്യൂവിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റും, PLL ചെയ്യുന്ന പോലെ തന്നെ. ദാറ്റ് ഈസ് ലോ പാസ് ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. സോ ഇതാണ് ഒരു AM ഡീമോഡുലേറ്ററിനകത്ത് നടക്കുന്നത്. Then since PLL responds only to carrier frequencies which are very close to VCO output, a PLL AM detector exhibits high degree of selectivity and noise immunity, so which is not possible with the conventional peak detector type AM modulators. So PLL AM demodulator നോർമലി യൂസ് ചെയ്യുന്ന പീക്ക് ഡയോഡ് ഡിറ്റക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി, അതായത് PLL AM ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി സെലക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോയിസ് ഇമ്മ്യൂണിറ്റി വളരെ കൂടുതലാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് PLL. ഇനി നമ്മൾ അടുത്ത ലെക്ചറിൽ LIC ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡിസൈൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
താങ്ക് യു.